നമസ്കാരം. മലപ്പുറത്തെ ജനസംഖ്യ 47 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുതിയൊരു ജില്ല വേണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇനിയൊരു ജില്ല കൊടുക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക എന്നത് നമുക്കൊന്ന് ആലോചിക്കേണ്ട വസ്തുതയാണ്. പലപ്പോഴും ഈ ജനസംഖ്യാ വർധനവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമല്ല ഒരിക്കലും ഭാരതം കൈക്കൊണ്ടിട്ടുള്ളത്, വലിയ രീതിയിലുള്ള ജനസംഖ്യാ വർധനവിന്. അതിനൊക്കെയും കവച്ചു ചാടുന്ന രീതിയിലാണ് മലപ്പുറത്തെ ജനസംഖ്യാ വർധനവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവിടെ ജനസംഖ്യാ വർധനവ് എന്നതിലുപരി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കല്യാണം തന്നെ വളരെ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവർക്ക് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത, അതായത് അവരുടെ അവകാശങ്ങളെ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനിടയിലാണ് ഈ 47 ലക്ഷത്തിൻ്റെ ജനസംഖ്യ കണക്ക് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജില്ല തന്നെ രൂപീകരിക്കണം. മലപ്പുറത്ത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രസ്ഥാനത്തിന് വളരാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു മതകേന്ദ്രീകൃതമായ വളർച്ച മലപ്പുറം ജില്ലയിലുണ്ട്. വെള്ളാപ്പള്ളി തന്നെ ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവിടെ മറ്റൊരു മതവിഭാഗത്തിന് സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ മലപ്പുറം ജില്ലയിലുണ്ട്. ഇതിനെ വലിയ വിമർശനാത്മകമായിട്ടാണ് കേരളം കണ്ടത്. അതായത് ഈ രീതിയിൽ മലപ്പുറം ജില്ല മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ജനാധിപത്യം ഉണ്ടാകാത്ത ഒരു അവസ്ഥ, മതകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വളർച്ച മാത്രമേ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുകയുള്ളൂ. അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ, അവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ രീതിയിൽ ജനസംഖ്യാ വർധനവ് തടയപ്പെടേണ്ടത് കൃത്യമായിട്ടും സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. പുതിയൊരു ജില്ല കൊടുത്ത് മാത്രമല്ല, പുതിയൊരു ജില്ല കൊടുക്കുക എന്നതല്ല അതിൻ്റെ ഒരു പോംവഴി. കൃത്യമായി മലപ്പുറം ഇത്തരത്തിലുള്ള ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മലപ്പുറത്തിൻ്റെ ജനസംഖ്യ താങ്ങാൻ വയ്യാത്ത ഒരു നിയോജക മണ്ഡലം തന്നെ കൂടുതലായിട്ട് ചേർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടുണ്ട് മലപ്പുറത്ത്. അപ്പോൾ ഈ രീതിയിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ ജില്ല ചോദിക്കുന്നു, ഇനി ജില്ലകൾ മാറി മാറി ഒരു സംസ്ഥാനം തന്നെ ചോദിക്കുന്ന ഒരു അവസ്ഥയെത്തും. ഈ രീതിയിൽ ഒരിക്കലും ഒരു മതകേന്ദ്രീകൃതമായിട്ടുള്ള തിട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതല്ല ജനാധിപത്യത്തിൻ്റെ രീതി. ആ രീതിയിൽ ഒരിക്കലും മുന്നോട്ട് പോകുവാനും സാധ്യമല്ല. വെബ് ഡെസ്ക് തത്വമയി TV.